മലയാളികൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു വാക്കാണ് അശ്വഗന്ധ അല്ലെങ്കിൽ അമക്കരം. കാരണം അശ്വഗന്ധ ചൂർണമുണ്ട്, അശ്വഗന്ധ രസായനമുണ്ട്, അശ്വഗന്ധ അരിഷ്ടമുണ്ട്. പ്രധാനമായിട്ടും ഈ അശ്വഗന്ധ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് സെക്ഷൽ പ്രോബ്ലങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ്. എന്നാൽ അത് മാത്രമല്ല, അതിന് വേറെ പല ഗുണങ്ങളുണ്ട്. അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അശ്വഗന്ധ അരിഷ്ടത്തെ പറ്റിയാണ്. ഈ അമുക്കരം എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് ഡ്രഗ് ആണ്. അതായത് മെന്റൽ ഫിസിക്കൽ വെൽനെസ്സിനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഒരു ജനറൽ ടോണിക് ആയിട്ട് നമുക്ക് അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ എന്തെങ്കിലും മരവിപ്പ്, തരിപ്പ്, അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെസ് റിലീവ് ചെയ്യാനൊക്കെ നമ്മൾ അശ്വഗന്ധാരിഷ്ടം കൊടുക്കാറുണ്ട്. അപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല, എന്തെങ്കിലും പഠന വൈകല്യങ്ങളുണ്ട്, പഠിക്കുന്നതൊന്നും കറക്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ തന്നെ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് അശ്വഗന്ധാരിഷ്ടം കൊടുക്കാം. ഈ മേൽപ്പറഞ്ഞ കണ്ടീഷൻ്റെ പോലെ തന്നെയാണ് നമുക്ക് സെക്ഷൽ പ്രോബ്ലങ്ങൾക്കും ഈ അശ്വഗന്ധാരിഷ്ടം കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീ ഇജാക്കുലേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അശ്വഗന്ധാരിഷ്ടം വളരെ നല്ലതാണ്. ഇതൊരു പ്രധാന മരുന്നായിട്ടോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളുടെ കൂട്ടത്തിലോ അശ്വഗന്ധാരിഷ്ടം കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ അരിഷ്ടം നമുക്ക് തനിയെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഡോസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരോ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിക്കാൻ പാടുള്ളൂ.